ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ തന്നെയാണിത്. കാര്യം ഗൾഫിലേക്ക് പോയവർ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിന് ഈ ഷോപ്പിംഗ് വീഡിയോ എന്തായാലും ഉൾപ്പെടുത്തണേന്ന്. അപ്പം ഇന്ന് ഞാൻ എന്തായാലും ഐക്യയിലേക്കാണ് പോകുന്നത്. വീട്ടിലേക്കായിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു വീഡിയോയും കൂടി നിങ്ങൾക്കും കൂടി ഷെയർ ആക്കാമെന്ന്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പം ഐക്യ ഷോപ്പിങ്ങിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന തന്നെയല്ലേ. എൻ്റെ വീട്ടിൽ ഒരുപാട് ഐറ്റംസ് ഇവിടുന്ന് വാങ്ങിയതുണ്ട് കേട്ടോ. അതും എൻ്റെ വീട്ടിൽ വാങ്ങിയതിൻ്റെ പ്രൈസും കാര്യങ്ങളും എല്ലാം ചോദിക്കലുണ്ട്. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ പുതിയതായിട്ട് വീടെടുക്കുന്നവർക്കും പിന്നെന്താ വീട്ടിലേക്ക് പാത്രങ്ങൾ വാങ്ങുന്നവരല്ലാന്നെങ്കിൽ ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിൽ ഐക്യയിൽ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ കാണുന്നത് ലിൻറോളറില്ലേ, എന്താ പറയുക, നമ്മൾ ഡ്രസ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഫർണിച്ചർ, കർട്ടന് കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല, അതിനെല്ലാം പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇതിൽ ഈ റോളർ ഉപയോഗിച്ചിട്ട് നമുക്ക് റോൾ ചെയ്തിട്ട് ആ കച്ചറകളെല്ലാം എടുക്കാൻ പറ്റും കേട്ടോ. അതിലെനിക്ക് അറിയുന്ന തന്നെ ആയിരിക്കും, ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് ചെറിയ റേറ്റിന് അവിടെ കണ്ടിട്ടുണ്ടായിന്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പോട്ട് നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോസിൽ എൻ്റെ കിച്ചണിലെല്ലാം കണ്ടിട്ടുണ്ടാവും. നല്ല ഭംഗിയില്ല ആ ഒരു പോട്ട് കാണാൻ വേണ്ടിക്ക്. ഞാൻ ഇതിൻ്റെ 2 എണ്ണം കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിന്. നിങ്ങളതിൻ്റെ കിച്ചണിൽ കണ്ടിട്ടുണ്ടാവും. 35 ദിർഹംസ് ആണ് കേട്ടോ അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനിയിപ്പോൾ ഇതാ ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക ഐക്യയിൽ ഫുൾ വ്യൂ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് കിച്ചണ് അല്ലാന്നുണ്ടെങ്കിൽ ബെഡ്റൂം, ഹാള് അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഡി ഏരിയ എല്ലാം സെറ്റ് ചെയ്തത് ഞാൻ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും എല്ലാം കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ട്, അതിൻ്റെ പ്രൈസും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് കിച്ചൺ ഡിസൈൻസ് കാണാൻ പറ്റും കേട്ടോ. പ്രീമിയം മോഡുലർ കിച്ചൺ മുതൽ ലോ ബഡ്ജറ്റ് കിച്ചൺ വരെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ ഷെയർ ആക്കാം. പിന്നെ ഈ ഒരു ബോളാണ്ടിലെ നല്ല ഭംഗിയിലെ കാണാൻ വേണ്ടിക്ക് ഇതെൻ്റെ കിച്ചണിൽ റെസിപ്പി വീഡിയോ ചെയ്തുതരാൻ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് പേര് ഇവിടെ നിന്ന് വാങ്ങിയെന്നെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. ഞാൻ ഐക്യം തന്നെയാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ അതിൻ്റെ ഒരു പീസും കൂടി വാങ്ങിയിട്ടുണ്ടായിന് ഇപ്രാവശ്യം പോയാലും. കാര്യം അതിൻ്റെ ഞാൻ ആദ്യം വാങ്ങിയതിൻ്റെ ചെറുതായിട്ട് പെയിൻറ്റിങ്ങും കൂട്ടിങ്ങെല്ലാം പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇപ്രാവശ്യം പോയതല്ലേ ഒന്നുകൂടി വാങ്ങാമെന്ന്. കാരണം എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടാലില്ലേ അത് ഒന്നുകൂടി വാങ്ങാൻ തോന്നും. അങ്ങനെ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. എല്ലാ റെസിപ്പി വീഡിയോയിലും ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പൊറോട്ട, നാണ് അങ്ങനത്തെ റെസിപ്പിയെല്ലാം ചെയ്യുമ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇതുപോലത്തെ ഒരുപാട് പ്ലേറ്റും കാര്യങ്ങളെല്ലാം ഇല്ലേ, അതിൻ്റെ എല്ലാം റേറ്റും കാര്യങ്ങളെല്ലാം ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ലാസ്റ്റ് പാത്രങ്ങളുടെ തന്നെ സെക്ഷൻ ഉണ്ട്, അന്നേരം കാണിക്കാം. ഇനിയിപ്പോൾ കിച്ചനും കാര്യങ്ങളും പിന്നെ കപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഈ ഒരു കപ്പിൻ്റെ തന്നെ എല്ലാം ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ. ഇത് ഒരുവിധം എല്ലാവരും വീടുകളിലും ഉണ്ടാവും. 5 ദിർഹംസ് ആണ് ഈ ഒരു കപ്പിൻ്റെ റേറ്റ് വരുന്നത്. എന്താ പറയുക, ഞാനിതൊന്നും എടുത്തിട്ടില്ല. കാര്യം ഞാൻ ആദ്യത്തെ പ്രാവശ്യം എടുത്തിട്ടുണ്ടായിന്. പിന്നെ ആവശ്യമില്ല എന്ന് തോന്നിയോണ്ട് പിന്നെ എടുത്തിട്ടില്ല. ഞാൻ അധികം റെസിപ്പി വീഡിയോ ചെയ്യാൻ ആവശ്യമുള്ള പാത്രങ്ങളാണ് കേട്ടോ കൂടുതൽ എടുക്കുക. ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പാത്രങ്ങളുടെ ആവശ്യമുണ്ടാവും. പല രീതിയിൽ സെർവ് ചെയ്യുക, അത് കുക്ക് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുക, അതെല്ലാം നല്ല ഭംഗിയുള്ള പാത്രങ്ങളിലാവുമ്പം എനിക്ക് കൂടുതൽ ഇഷ്ടമാണ് പാത്രങ്ങളോട്. അപ്പോൾ ഞാൻ ഇക്കാൻ വിഷമിപ്പിച്ചിട്ടൊന്നുമല്ല കേട്ടോ. അധികം ആൾക്കാരും വിചാരിക്കും അവളുടെ ഹസ്ബൻഡ് എന്താ അടിപൊളി എല്ലാം വാങ്ങിക്കൊടുക്കുന്നതെന്ന്. അങ്ങനെയല്ല കേട്ടോ. ഞാൻ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വാങ്ങും, അല്ലാണ്ട് ഇക്കാൻ വിഷമിപ്പിച്ചിട്ട് അങ്ങനെയൊന്നും വാങ്ങൂല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാനിങ്ങനെ പാത്രങ്ങളെല്ലാം വാങ്ങുമ്പം ചിലരെങ്കിലും ഹസ്ബൻഡിനെ ബുദ്ധിമുട്ടിപ്പിക്കും. അതുകൊണ്ട് പറയുന്നതാണ്. നമുക്ക് സ്വന്തമായിട്ട് ഏണിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ ബുദ്ധിമുട്ടിപ്പിച്ച് ഹസ്ബൻഡിന് കഴിയൂല എന്നെല്ലാം കാണുമ്പോൾ നമ്മളത് ചെയ്യാണ്ടിരിക്കല്ലേ. അത് ചെയ്യുന്നത് ഒരു മോശമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഞാനിപ്പം കുക്കിംഗ് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം എനിക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ട് മാത്രമൊന്നും ഞാൻ പാത്രങ്ങൾ വാങ്ങുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം എൻ്റെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് കുക്ക് ചെയ്യുക.
അപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വാങ്ങാം. വെറുതെ ഷോപ്പിംഗ് സൈറ്റല്ല എന്നുണ്ടെങ്കിൽ വീട്ടിൽ കബോർഡിൽ ആർക്കും യൂസ് ചെയ്യാണ്ട് വെക്കാനാണെങ്കിൽ അങ്ങനത്തെ ഒന്നും ഐറ്റംസ് വാങ്ങാണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ ഹസ്ബൻഡിനെ വിഷമിപ്പിച്ചിട്ട് ചെയ്യാണ്ടിരിക്കുക. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് വാങ്ങുന്ന ഐറ്റംസാണ് അത്. കുറച്ച് പേരെങ്കിലും എന്താ പറയുക, അവൾ ഭർത്താവ് വാങ്ങിക്കൊടുക്കുന്ന എൻ്റെ ഭർത്താവ് വാങ്ങി തരുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഓരോരോ വീഡിയോസ് കാണുമ്പം ഒരുപാട് പാത്രങ്ങൾ വെറുതെ വീട്ടിൽ വാങ്ങി കബോർഡിലും കാര്യങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞിട്ടെല്ലാം ഒന്നും യൂസ് ചെയ്യാണ്ട് നിൽക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം നമുക്ക് യൂസ് അല്ലാന്ന് കാണുന്ന ഒരു കാര്യങ്ങളും വാങ്ങാണ്ടിരിക്കുക. വെറുതെ വെച്ചിട്ട് അത് പഴകിപ്പോയേ ചെയ്യും. എനിക്കാണെങ്കിലേ ഓരോ റെസിപ്പി ചെയ്യുമ്പം തന്നെ എല്ലാ പാത്രങ്ങളും ഉപയോഗിക്കൂ. ഞാൻ എന്താ പറയുക, റെസിപ്പി വീഡിയോ എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും, കുക്കിംഗ് വീഡിയോ എല്ലാം ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും. നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം നിങ്ങൾ കാണുന്നത് ഒരു 10-15 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും നമ്മൾ അതിൻ്റെ പുറകെ ഒരുപാട് എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരുപാട് പാത്രങ്ങൾ കഴുകാനും ഉണ്ടാവും. കാരണം ഓരോ റെസിപ്പി ചെയ്യുമ്പം അതിൻ്റേതായ ഭംഗിയിൽ ചെയ്യുമ്പോൾ അല്ലേ നിങ്ങൾക്കും കൂടി കാണാൻ ഇഷ്ടമാവുക. അങ്ങനെ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊന്നും എനിക്ക് വെറുതെ ആയി പോക്കില്ല. അതുകൊണ്ട് അത്യാവശ്യമായതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഞാൻ വാങ്ങുന്നത്. ഇവിടെ ചെറിയ റേറ്റിൽ കാൻഡിൽസ് കളക്ഷൻസ് ആണ് കേട്ടോ. ഒരുപാട് കളേഴ്സിലും ഫ്രാഗ്രൻസിലെല്ലാം
പാത്രങ്ങൾ സെക്ഷനിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു ബൗളുണ്ട് വുഡൻ ബൗള് നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിക്ക് ഇതിൻ്റെ 2 പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗ്ലാസ് ജാറും കാര്യങ്ങളും എയർ ടൈറ്റ് ആയിട്ടില്ലേ, അതെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട്, ആമസോണിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്, പിന്നെ ഹോം സെൻറ്ററിൽ നിന്നും വാങ്ങിയിട്ടുണ്ട്. അതിന് അങ്ങനെ ഈ ഒരു വുഡൻ ബൗൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിന് കേട്ടോ, 2 പീസ് അങ്ങനെ നോക്കിയിട്ട് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റും കാര്യങ്ങളും അതൊന്നും ഞാൻ എടുത്തിട്ടില്ല, എനിക്ക് വലിയ താല്പര്യം തോന്നലില്ല അങ്ങനെ. പിന്നെന്താ അതിൻ്റെ പോട്ടും കാര്യങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ ആയിട്ടില്ലേ കിച്ചൺ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരുപാട് ഓർഗനൈസർ ഉണ്ട്. എന്താ പറയുക, ഞാനില്ലേ എൻ്റെ കിച്ചണിൻ്റെ സിങ്കിൻ്റെ അരുവത്ത് വെച്ച് ആ ഒരു ലിക്വിഡും കാര്യങ്ങളെല്ലാം ഒഴിച്ച് വെച്ചൊരു സ്റ്റാൻഡും കാര്യങ്ങളില്ലേ, അതെല്ലാം ഇവിടുന്ന് വാങ്ങിയെന്ന് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇവിടുന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയ. പിന്നെ സിങ്കിൻ്റെ അരുവത്തായിട്ട് വെള്ളം നിൽക്കാൻ വേണ്ടിക്ക് പാത്രങ്ങളെല്ലാം ഉണക്കി വെക്കാൻ വേണ്ടിക്കുള്ള മാറ്റും കാര്യങ്ങളുണ്ട്. അതുപോലെ ടിഷ്യൂ ഹോൾഡർ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം വീഡിയോ അങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. എൻ്റെ വീട്ടിൽ കാണുന്ന എല്ലാ കട്ടിംഗ് ബോർഡും കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയ. എനിക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നലുണ്ട്. അധികം ഇങ്ങനെ കറുപ്പടിക്കലും കാര്യങ്ങളെല്ലാം കുറവാണ്. മഴക്കാലത്ത് പൂപ്പൽ പിടിക്കുന്ന പ്രശ്നമല്ലാണ്ട് നല്ലോണം അങ്ങനെ കറുപ്പ് കുത്തു വരുന്നത് കുറവാണ് കേട്ടോ. ഇവിടുത്തെ വുഡൻ ഐറ്റംസിനെല്ലാം അത്യാവശ്യം നല്ല പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെന്താ സ്റ്റീൽ പാത്രങ്ങൾ, സ്റ്റെയിൻലെസ് സ്റ്റീലോട് കൂടിയിട്ടുള്ള പാത്രങ്ങളാണ്. ഞാനിതുവരെ അത് വാങ്ങി നോക്കിയിട്ടില്ല. പിന്നെ പുഡിംഗ് ട്രേ കാര്യങ്ങൾ, ആ ഒരു പുഡിംഗ് ട്രേയിലെ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പുഡിംഗ് മാത്രമല്ല നമുക്ക് എന്ത് ഐറ്റംസും പാസ്ത കാര്യങ്ങൾ എല്ലാം ബേക്ക് ചെയ്യാനും എല്ലാം പറ്റുന്ന ഐറ്റംസാണ്. ഇനിയിപ്പോൾ ആ കുട്ടികളുടെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ ബെഡും കാര്യങ്ങളും, സ്റ്റഡി ടേബിള്, പിന്നെന്താ കുറേ ടോയ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഐറ്റംസാണ്. നമുക്ക് കുട്ടികൾക്ക് വിശ്വസിച്ചിട്ട് വാങ്ങിക്കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങിയാലും ഒരുപാട് കാലം യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് എത്ര കുട്ടികളുണ്ടെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. കാര്യം നമുക്കിത് വാഷിംഗ് മെഷീനിലിട്ടിട്ട് അലക്കാൻ പറ്റുന്നതല്ലേ. പെട്ടെന്ന് അതിൻ്റെ കച്ചറയും കാര്യങ്ങളെല്ലാം പോകും. അധികം ആൾക്കാർക്കും അറിയില്ല. അധികം ആൾക്കാരോട് ഞാൻ കുറേ ആൾക്കാർക്ക് അറിയാം, എന്നാലും ചിലർ നല്ല പഴയതായിട്ടെല്ലാം കാണലുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു കൊടുക്കലുണ്ട്, വാഷിംഗ് മെഷീനിലിട്ടിട്ട് അലക്കി കഴിഞ്ഞാൽ ആ പുതിയതുപോലെ തന്നെ ഉണ്ടാവുന്നു. ഇതാ കുഞ്ഞു കുട്ടികളുടെ എന്താ പറയുക പ്ലേറ്റ്, സ്പൂണ് കാര്യങ്ങളെല്ലാം ഉണ്ട്. സെർലാക്കെല്ലാം കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഇതെല്ലാം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. എൻ്റെ മൈസൻ്റെയും മൻഹാൻ്റെയും ആ ടൈമിൽ ഞാൻ ഏതോ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ടായിന്. മൈസ യൂസ് ചെയ്ത സ്പൂണെന്നെല്ലാം പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിന് പഴയ വീഡിയോയിൽ. പിന്നെന്താ ആ ഒരു ഗ്ലാസും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. കുറേ കാലമൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, എന്നാലും മോശമില്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടുത്തെ ടോയ്സെല്ലാം നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെന്താ അതന്നെ കുട്ടികളുടെ കുറേ എന്താ പറയുക ടവല് കാര്യങ്ങൾ, ടിഫിൻ ബോക്സ്, ചെയർ, സ്റ്റഡി ടേബിള് എല്ലാം ഒന്ന് ഇവിടുത്തെ ഈ ഒരു ഭാഗത്ത് ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഐറ്റംസ് എല്ലാം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിക്ക്. നമ്മൾ രാവിലെയാണ് വന്നിട്ടുള്ളത്. ഞാനിപ്പം എന്താ പറയുക ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല, ലാസ്റ്റ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ വന്നതാണ്. ഉച്ചയായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട അവിടെ കണ്ടതിൽ നല്ലതാണെന്ന് തോന്നിയ കുറച്ച് ഐറ്റംസ് എല്ലാം നമ്മളങ്ങനെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഐക്കിയിൽ തന്നെ ഫുഡെല്ലാം ഉണ്ടല്ലോ, അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ച് പിന്നെ നമസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തത് കേട്ടോ. ഇനിയിപ്പം ഞാൻ അതാ പാത്രങ്ങളുടെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് കമൻറ്റിൽ പറഞ്ഞതാണ് ഇർഫാന യൂസ് ചെയ്യുന്ന പാത്രങ്ങളും വാങ്ങുന്നതും വീഡിയോ എല്ലാം എന്തായാലും ഷൂട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇതാ പാത്രങ്ങളുടെയും പിന്നെന്താ പ്ലാന്റ്സിൻ്റെയും എല്ലാ ഏരിയ ആണ് കേട്ടോ ഇത്. ആദ്യം ഞാൻ പാത്രങ്ങൾ കാണിക്കാം. ഇതെല്ലാം എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടതായിരിക്കും. എന്താ പറയുക ഒരുപാട് സ്റ്റോറേജ് ഐറ്റംസും കാര്യങ്ങളും, ജാറ്, കണ്ടെയ്നർ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു വീട്ടിന് വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതിപ്പോൾ നിങ്ങൾ അവിടെ കണ്ട കുറേ കപ്പ് അതിൻ്റെ തന്നെ പല കളേഴ്സിലും വരുന്നുണ്ട്. കപ്പിനെല്ലാം അത്യാവശ്യം നല്ല ചെറിയ റേറ്റേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഇതാ കോഫി ബീറ്റർ. ഇത് നമുക്ക് എന്താ പറയുക
ഒരു കോഫിയെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തിട്ടുള്ള എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല യൂസാണ് കേട്ടോ. പതപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല യൂസാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ സിബ്ലോ കവറും ആ ഒരു ക്ലിപ്പില്ലേ അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ട് അത് ഓരോരോ പീസ് അങ്ങനെ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എടുത്ത ഐറ്റംസ് എല്ലാം ഞാൻ കാണിക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പോട്ടില്ലേ നമുക്ക് എന്താ പറയുക വേസ്റ്റ് ബീനായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പോട്ടായിട്ട് എല്ലാം യൂസ് ചെയ്യുക. ഫ്ലവർ പോട്ടും അതിൻ്റെ എന്താ പറയുക ഫ്ലവർ വേസും ഫ്ലവേഴ്സും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഇതിനെല്ലാം ഓരോ റേറ്റാണ് കേട്ടോ. ഓരോ ഫ്ലവറിന് ഓരോ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ളത് അങ്ങനെ നമ്മളായിട്ട് ഒന്ന് നോക്കിയിട്ട് അങ്ങനെ എടുക്കലാണ്. പിന്നെ ഇതെൻ്റെ വീട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് എൻ്റെത് പൊട്ടിപ്പോയി കേട്ടോ, പെട്ടെന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിന്. ആ ഒരു ലിക്വിഡ് ഒഴിക്കുന്ന സംഭവമില്ലേ അത്. ഇനിയിപ്പോൾ ഇതും പണ്ടത്തെ എൻ്റെ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതും എനിക്ക് പിന്നെ ഞാനത് മാറ്റിയിട്ടുണ്ടായിന് കേട്ടോ. നല്ല തന്നെയാണ്, നല്ല ക്വാളിറ്റിയിലതെല്ലാം തന്നെയാണ്. പിന്നെ എന്താ പറയുക, പിന്നെ കുറേ പാനും പോട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള സ്പാച്ചുല സെറ്റ്. ഞാനിവിടുന്ന് പോട്ടും പാനൊന്നും ഇതുവരെ വാങ്ങി നോക്കിയിട്ടില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. നല്ല ക്വാളിറ്റിയിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ കൊർക്കുമാസിൻ്റെ തന്നെയാണ് കേട്ടോ അധികം വാങ്ങൽ. അല്ലാന്നുണ്ടെങ്കിൽ ഹോം മേക്കർ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതന്നെയല്ല. അതുകൊണ്ട് പിന്നെ ഇതൊന്നും വാങ്ങി നോക്കിയിട്ടില്ല. നല്ലത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ സ്റ്റീൽ ബൗളും കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടുന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഈ ഒരു സ്ട്രെയിനർ, ഈ ഒരു കൊളാൻഡർ സ്ട്രെയിനർ നിങ്ങളെൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. നല്ല യൂസാണ് കേട്ടോ. നമുക്കെന്തെങ്കിലും അരിയും കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് വെജീസ് എല്ലാം കഴുകണമെന്നുണ്ടെങ്കിൽ നല്ല യൂസാണ്. പിന്നെ ഈ ഒരു സ്ട്രെയിനറും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ആ ഒരു വൈറ്റില്ലേ അതെനിക്ക് അത്ര യൂസായിട്ട് തോന്നിയിട്ടില്ല. കാരണം അതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് കേട്ടോ. അപ്പം സ്റ്റീലിൻ്റെ കളറൊന്നും ഇല്ലാത്ത ഐറ്റംസ് വാങ്ങലാണ് കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ ഇതും നിങ്ങൾ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. കറിയും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യുന്നത് 35 ദിർഹംസ് ആണ് കേട്ടോ. പിന്നെ ഒരുപാട് പുഡിംഗ് ട്രൈ നിങ്ങൾ എൻ്റെ വീട്ടിൽ കാണുന്ന അധിക പുഡിംഗ് ട്രൈയും കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ റെസിപ്പി വീഡിയോയിൽ നിങ്ങൾ അധികവും കണ്ടിട്ടുണ്ടാവും. അതെല്ലാം ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇല്ലേ വുഡൻ കട്ടിംഗ് ബോർഡിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ അധികം ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട്, അതിൻ്റെ ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ മോശമായി പോകുകയൊന്നും ചെയ്യില്ല. അതുപോലെ തന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡായിട്ട് മാത്രമല്ല, നമുക്ക് എന്തെങ്കിലും സ്നാക്കും കാര്യങ്ങളെല്ലാം സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് തന്നെ സെർവ് ചെയ്യാം. എൻ്റെ പാർട്ടി വ്ളോഗിലെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ഈ ഒരു കത്തി എവിടെ നിന്നാണ് വാങ്ങിയെന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ട്. അതിന് വീഡിയോയിൽ കണ്ടുതരാം. അത് ഇവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ പ്ലേറ്റ് സെറ്റിലാണ് ഞാൻ വെച്ചിട്ടില്ലേ ഈ ഒരു സംഭവം ഇവിടെ നിന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനത്തെ 2-3 എണ്ണം ഞാൻ അന്നേരം കഴിഞ്ഞ പ്രാവശ്യം എങ്ങാനും പോയരം വാങ്ങിയതാണ്. പിന്നെ ഇതും എൻ്റെ വീട്ടിൽ ഒരു പീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതെല്ലാം നല്ല യൂസാണ് കേട്ടോ. ഞാനിപ്പം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഇത് ഞാനൊന്ന് എടുത്തിട്ടുണ്ടായിന് കേട്ടോ. നല്ല ഭംഗിയാണ് ഇട്ടെടുത്തതാണ്. നമുക്കിപ്പം പുഡിംഗ് എല്ലാം സെർവ് ചെയ്യുമ്പം നല്ല രസമുണ്ടാവും അതിൽ സെർവ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ പാർട്ടി ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ റെസിപ്പി വീഡിയോ എല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഭംഗി കാണുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വാങ്ങിയതാണ്. 45 ദിർഹംസ് ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇതെല്ലാം നിങ്ങൾ എൻ്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ലിഡിനൊരു പ്രൈസ്, പിന്നെ ബോക്സിനൊരു പ്രൈസ്, അങ്ങനെയാണ് കേട്ടോ. ഒരുപാട് കണ്ടെയ്നേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ളത് അങ്ങനെ നോക്കിയിട്ടെടുക്കുക. ഈ വുഡൻ ലിഡ് വരുന്ന ഒരുപാട് ഐറ്റംസ് എൻ്റെ കയ്യിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെനിക്ക് അങ്ങനെ ഇഷ്ടമായിട്ട് അങ്ങനെ നേരം ഞാൻ വീട്ടിൽ കൂടുന്നതിന് മുന്നേ പോയേരം അങ്ങനെ വാങ്ങിയതാണ്. ഒരു വുഡൻ ലിഡ് വരുന്നതിന് കുറച്ച്
പ്രൈസ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ലിഡും എന്താ പറയുക അതിൻ്റെ ബോക്സും കാര്യങ്ങളെല്ലാം ആയിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതാ ഈ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറും കാര്യങ്ങളും എന്താ പറയുക സ്പൈസസ് ഇടുന്ന ഒരുപാട് കണ്ടെയ്നേഴ്സും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ എല്ലാം എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടായിന്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിങ്ങൾ ആദ്യത്തെ വീഡിയോസ് എല്ലാം കാണുമ്പം ഒരു കണ്ടെയ്നർ കണ്ടിട്ടുണ്ടാവും. ഇത് ഞാൻ 10 പീസ് എന്താ പറയുക 5-6 പീസ് ചെറുതും 5-6 അങ്ങനെ വലിയ പീസും വാങ്ങിയിട്ടുണ്ടായിന്. കൊണ്ടുവരുമ്പം തന്നെ അന്നേരം 3 വർഷം മുന്നേ കൊണ്ടുവരുമ്പം തന്നെ പെട്ടിയിൽ നിന്ന് തന്നെ ഒരുപാട് പീസ് പൊട്ടിയിട്ടുണ്ടായിന്. പിന്നെ വേഗം അങ്ങനെ മോശമായി പോയിട്ടുണ്ടായിന്. അതിലിപ്പോൾ ഞാൻ ഒഴിവാക്കി 2-3 എൻ്റെ പക്ഷിൻ്റെ എന്താ പറയുക ഫുഡും കാര്യങ്ങളും വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്താ പറയുക ഇഷ്ടമായിട്ട് വാങ്ങിയതാണെന്ന് പക്ഷേ യൂസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോൾ ഒരുപാട് പ്ലേറ്റ് സെറ്റും കാര്യങ്ങളും ഉണ്ട്. നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ വാങ്ങാൻ തോന്നും. വാങ്ങിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമല്ലേ. എൻ്റെ ഒരു വൈറ്റ് പ്ലേറ്റ് എവിടുന്നാണ് വാങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറേ യൂട്യൂബേഴ്സ് തന്നെ നമ്മളോട് വിളിച്ചിട്ട് ചോദിക്കും അത് എവിടുന്നാണ് വാങ്ങിയ ഒരു പോട്ട് എവിടുന്നാണ് വാങ്ങിയെന്നെല്ലാം. അപ്പം ഞാൻ ഇവിടുന്നാണ് വാങ്ങിയ കേട്ടോ. കുറേ ആൾക്കാർ അത് കിട്ടിയിട്ടില്ല അതുപോലത്തെ വേണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. ആ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ച ആ ഒരു ഫ്ലവർ പോട്ടും ഫ്ലവേഴ്സും പിന്നെന്താ പ്ലേറ്റും കാര്യങ്ങളെല്ലാം അത് ഇവിടുന്നാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിന്. കുറേ ആൾക്കാർ അതുപോലത്തെ വാങ്ങിയിട്ടുണ്ടായിന്. എന്നോട് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ഇവിടുന്നാന്ന് പറഞ്ഞിട്ടുണ്ടായിന്. കുറേ ആൾക്കാരത് ഞാൻ അങ്ങനെ വീഡിയോസിലും കണ്ടിട്ടുണ്ടായിന്. അങ്ങനെ പിന്നെന്താ കിച്ചണിലെ ഫ്ലവേഴ്സ് എല്ലാം വെക്കുമ്പം എനിക്കൊരു സന്തോഷമായിട്ടാണ് തോന്നല്. ഇപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ പ്ലേറ്റ് പില്ലോ കവറ് വുഡൻ ഐറ്റംസ് എല്ലാം എന്താ പറയുക ഒരുപാട് എല്ലാം ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ സത്യം പറഞ്ഞാൽ എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് മടുത്തട്ടാ. എന്നിട്ട് ഇങ്ങനെ ഞാൻ മൊബൈലിൽ കൊണ്ടിങ്ങനെ വെച്ച് നടക്കുന്നതാണ് കാര്യം. നിങ്ങൾ എന്നോട് പറഞ്ഞോണ്ട് മാത്രമൊന്നും ഞാൻ വീഡിയോ ഇതുപോലെ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ടിഷ്യൂ പേപ്പറെല്ലാം വെക്കാൻ പറ്റിയ നല്ല ഐറ്റമാണ് കേട്ടോ അത്. പിന്നെന്താ ടിഷ്യൂ പേപ്പർ മാത്രമല്ല എല്ലാ ഐറ്റംസും വെക്കാം. പിന്നെ ഇവിടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഞാൻ കണ്ടത്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഇവിടെ ആയിട്ട് കുറേ വുഡൻ ട്രേയും കാര്യങ്ങളെല്ലാം ഒന്ന്. പിന്നെ ഇതാ ഈ ഒരു കെറ്റിലില്ലേ ടീപ്പോട്ട് ഇവിടുന്ന് വാങ്ങിയെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്. അതിൻ്റെ തന്നെ ചെറുതും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ടീപ്പോട്ടിന് 59 ദിർഹംസാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ, വിശ്വസിച്ച് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ടീപ്പോട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഇതുണ്ടില്ലേ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സിൻ്റെയും പ്ലാന്റ്സിൻ്റെയും പോട്ടിൻ്റെ എല്ലാം ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ കിച്ചണിൽ ഞാൻ സെറ്റ് ചെയ്ത വൈറ്റ് പോട്ടും ഫ്ലവേഴ്സെല്ലാം ഇല്ലേ, ഇത് എന്താ പറയുക അവിടെ നിന്നാണ് ഞാനങ്ങനെ ഓരോന്ന് ഒരുമിച്ചാക്കി അങ്ങനെ സെറ്റ് ചെയ്തിട്ട് വാങ്ങിയിട്ടുണ്ടായിന്. കഴിഞ്ഞ പ്രാവശ്യം വന്നേരം അങ്ങനെ വാങ്ങിയതാണ്. അങ്ങനെ ഓരോ പീസാക്കിയിട്ട് അങ്ങനെ എടുത്തതാണ്. സത്യം പറഞ്ഞാലില്ലേ ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നൂല. ഒക്കെ ലാസ്റ്റും അടുത്തിട്ട് എന്നോട് പറയില്ല വേറെ ഫലം നമുക്ക് പോവാം. കാരണം നല്ല രസമാണ് നമുക്കിങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തിട്ട് നമ്മൾ തന്നെ സെറ്റ് ചെയ്തിട്ട് പോട്ടിലേക്ക് വെക്കുമ്പോഴെല്ലാം നല്ല രസമല്ലേ. അങ്ങനെ ഇഷ്ടമുള്ളത് അങ്ങനെ നോക്കിയിട്ട് ഓരോരോ ഫ്ലവറിന് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു റേറ്റ് ആയിരിക്കും, ഒരു പ്രൈസ് ആയിരിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ നോക്കി അതിന് മാച്ച് ചെയ്യുന്ന പോട്ടും കൂടി അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അടിപൊളി ഫ്ലവേഴ്സാണ്, ഫ്രഷ് ഫ്ലവേഴ്സാണെന്നേ തോന്നും. അത്രയും നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം ഇങ്ങനെ ഒരു വൈറ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളറ്. വൈറ്റും പിങ്കെല്ലാം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ വേറൊരു കളറും നിങ്ങൾ എൻ്റെ വീട്ടിൽ കാണുന്നുണ്ടാവില്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഓറഞ്ച് കളറൊന്നും ഇഷ്ടമേ അല്ല കേട്ടോ. ഓറഞ്ച്, പേർപ്പിള്, റെഡ് ഒന്നും എനിക്കിഷ്ടമല്ല. അധികം ആൾക്കാർക്കും റെഡ് ഭയങ്കര ഇഷ്ടമായിരിക്കില്ല. എനിക്ക് റെഡ് ഇഷ്ടമില്ല. എൻ്റെ ഡ്രസ്സിൽ എനിക്ക് റെഡ് ഉണ്ടാവുകയേ ചെയ്യില്ല. ആരെങ്കിലും ഗിഫ്റ്റ് ചെയ്തതല്ലാണ്ട് ഓറഞ്ച് റെഡെല്ലാം എനിക്ക് കുറവ് തന്നെയായിരിക്കും. ഞാൻ അധികം ഡ്രസ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ വൈറ്റ്, ബ്ലാക്ക്, ബ്രൗണ് അല്ലാന്നുണ്ടെങ്കിൽ
പിങ്ക് അങ്ങനത്തെ കളേഴ്സ് എടുക്കൽ. അപ്പോൾ ഫ്ലവേഴ്സായാലും വീട്ടിലത്തെ പാത്രങ്ങളായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ചിലർ പറയില്ലേ ചില കളേഴ്സ് ഭയങ്കര സന്തോഷം നൽകുന്നത്, അതുപോലെയാണ് എനിക്ക് വൈറ്റ് ഫ്ലവേഴ്സ് കാണുമ്പം പിന്നെന്താ പിങ്ക് കാണുമ്പോഴും മനസ്സിന് തന്നെ ഒരു സമാധാനം കിട്ടുന്ന പോലെയാണ്, ഒരു സന്തോഷം കിട്ടുന്ന പോലെ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഏതാണെന്ന്, നിങ്ങൾക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്ന കളേഴ്സ് ഏതാണെന്നെല്ലാം. നമുക്ക് ഓരോരു കളർ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഇഷ്ടപ്പെടൂലേ. റെഡെല്ലാം എനിക്ക് നല്ലോണം മാച്ച് ചെയ്യുന്ന കളർ തന്നെയാണ്, പക്ഷെ എനിക്ക് റെഡ് കളർ ഡ്രസ്സ് കുറവായിരിക്കും. ഇല്ലയെന്ന് തന്നെ അറിയാം. പേർപ്പിൾ കളറ്, ഓറഞ്ച്, അങ്ങനെ അതൊന്നും എനിക്ക് എന്താ പറയുക നമ്മൾ കണ്ണിന് ഇഷ്ടമില്ലാത്ത കളേഴ്സ് എനിക്ക് അങ്ങനെയാണ്. അപ്പോൾ അതിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടെ. യെല്ലോ കളറ് അതിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. പൊതുവെ എനിക്ക് ഇഷ്ടം കുറവാണ്, നല്ലോണം മാച്ച് ചെയ്യും പക്ഷേ ഇഷ്ടം കുറവാണ് അങ്ങനെ. ഇനിയിപ്പോൾ ഈ ഒരു പോട്ടും കാര്യങ്ങളും നല്ല ഭംഗിയുള്ള പോട്ടും കാര്യങ്ങളെല്ലാം ഇഷ്ടമുള്ള കളറൊന്ന് കമൻറ്റ് ചെയ്യട്ടാ. പിന്നെന്താ ദുബൈയിലുള്ള ഷോപ്പിങ്ങും കാര്യങ്ങളും ഫുൾ വീഡിയോ എടുക്കണ ഇർഫാനെന്നെല്ലാം കുറേ കമൻറ്റ് കണ്ടിട്ടുണ്ട്. ഞാൻ മാക്സിമം വീഡിയോസെല്ലാം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇല്ലേ ദുബൈയിൽ ഷോപ്പിങ്ങിന് പോകാമെന്ന് പറയുമ്പം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും മറ്റുള്ള സ്ഥലങ്ങളെ പോലെയല്ല. ഷോപ്പിങ്ങിന് തന്നെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. എന്താ പറയുക വെറുതെ ഷോപ്പ് ചെയ്ത് വെറുതെ ഇങ്ങനെ നടക്കാൻ തന്നെ ഒരുപാട് ഏരിയ കാണാനും എന്താ പറയുക കണ്ടാലും തീരാത്ത അത്രയും കാഴ്ചകൾ ഇവിടെ ഒരുക്കിയിട്ടില്ലേ. അങ്ങനെ ഇപ്പം നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അത്രയും ഉണ്ടാവും നമുക്ക് കാണിക്കാനും വീഡിയോ എടുക്കാനല്ല. പക്ഷേ ദുബൈ എന്ന് പറയുമ്പം അത്രയും സ്ഥലങ്ങളും അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവില്ലേ. അതുകൊണ്ട് തന്നെ എനിക്ക് പരിമിതമായിട്ട് എനിക്ക് കഴിയാവുന്നത്ര വീഡിയോസെല്ലാം ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ ഞാൻ അതെല്ലാം അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ എന്താ പറയുക പോയ എല്ലാ സ്ഥലങ്ങളും ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടാവും. എന്താ പറയുക ഈ ഒരു എന്താ പറയുക പാത്രങ്ങൾ കാര്യങ്ങൾ അതെല്ലാം കാണാനായിരിക്കും കൂടുതൽ ഇഷ്ടം. അപ്പോൾ ലേഡീസിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമൊന്നും ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടി ഷൂട്ട് ചെയ്യാമെന്ന് പറയുമ്പം എന്താ പറയുക വീഡിയോ കൂടുതൽ ലെങ്തി ആവും. പിന്നെന്താ ഞാൻ ഫുൾ എത്ര വീഡിയോസ് എടുത്താലും തീരൂല, അത്രയും സ്ഥലങ്ങളില്ല ഇവിടെ കാണാൻ വേണ്ടിക്ക് അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കാമെന്ന് പറയുമ്പോൾ നല്ല എഫേർട്ട് ഉണ്ടാവും കേട്ടോ. നമ്മൾ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഞാൻ ഇതിൽ കുറേ മ്യൂസിക്കെല്ലാം കൊടുത്തിട്ടില്ലേ. കാരണം ഫുള്ളായിട്ട് വോയിസ് ഓവറെല്ലാം കൊടുക്കാമെന്ന് പറയുമ്പം നല്ലോണം ടയർഡാവും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവറൊന്നും കൊടുക്കാണ്ടെന്നേ അങ്ങനെ. പിന്നില്ലേ എനിക്കൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന് ഇർഫാന ദുബൈയിലേക്ക് ഇങ്ങനെ ഇടയ്ക്ക് പോകുന്നത് ഉംറക്ക് പോയിക്കൂടെയെന്ന്. എനിക്ക് ആളോട് പറയാനുള്ളത് നമ്മളിപ്പോൾ ദുബൈയിൽ പോകുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഉംറക്ക് പോകാമെന്ന് പറയുമ്പോൾ നമുക്കൊരു നിയത്തുണ്ടാവില്ലേ. ദുബൈയിൽ പോകുന്ന ഇടയ്ക്ക് ഉമ്മ ഉണ്ടായതുകൊണ്ട് പിന്നെ ബ്രദർ എല്ലാം ഉണ്ടായതുകൊണ്ടല്ല അങ്ങനെ പോകുന്നത്. പിന്നെ ഉംറക്ക് പോകാമെന്ന് പറയുമ്പോൾ നമുക്കൊരു അത്രയും നമ്മൾ അത്രയും ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് ഒരു നിയത്തുള്ളത് ഇൻഷാല്ലാ എനിക്കൊരു 35 വയസ്സാകുമ്പം ഉംറ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു 40 വയസ്സിനുള്ളിൽ ഹജ്ജ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു നിയത്ത്. ഓരോരാൾക്കും ഓരോരു നിയത്ത് ഉണ്ടാവില്ലേ. ഇൻഷാല്ലാ അതുവരെ എനിക്ക് ആയുസ് ഉണ്ടെങ്കിൽ നേരം പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെന്താ ഇപ്പം ഒരു അല്ല അടുത്ത മാസം അല്ലാന്നുണ്ടെങ്കിൽ ഒരു 6 മാസം കഴിഞ്ഞിട്ട് എനിക്ക് പോകാൻ വിധിയുണ്ടെങ്കിൽ അത് അള്ളാൻ്റെ കാര്യമല്ലേ. അങ്ങനെ അള്ളാൻ്റെ ഒരു വിധി വേണം നമ്മൾ പോകാൻ വേണ്ടിക്ക്, അവിടെ എത്താൻ വേണ്ടിക്ക് അങ്ങനെ. പക്ഷേ നമ്മളൊരു നിയത്തും വേണം. അപ്പോൾ എൻ്റെ ഒരു നിയത്ത് ഒരു 35 വയസ്സെല്ലാം ആകുമ്പം പോകണമെന്നാണ്. ഇൻഷാല്ലാ 40 വയസ്സിൻ്റെ ഉള്ളിൽ ഹജ്ജ് ചെയ്യണം അങ്ങനത്തെ ഒരു ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ അള്ളാ തരുവാണെങ്കിൽ അള്ളാ നമുക്കതിനൊരു വിധി തരണ്ടേ അങ്ങനെ. പിന്നെ ആളുടെ കമൻറ്റ്സ് ഞാൻ ബാഡ് കമൻ്റ് ആയിട്ടൊന്നും എടുത്തതല്ല കേട്ടോ. ഞാൻ ആൾ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞതാണ്. നമ്മളത് ക്ലിയർ ആക്കണമല്ലോ അങ്ങനെ. പിന്നിൽ എനിക്ക് ബാഡ് കമൻറ്റ് വരുത്തുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും രണ്ടും ബാഡ് കമൻറ്റ് എല്ലാം വരുത്തുന്നുണ്ട് കേട്ടോ. എല്ലാ വീഡിയോസിനല്ല, ഞാനിപ്പം ഒരു ഫേസ് കാണിച്ച വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ബാഡ് കമൻറ്റ് എനിക്ക് 1-2 വരും. അന്നേരം തന്നെ ആളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും, ഞാനത് ഡിലീറ്റ് ചെയ്യും അങ്ങനെ. ഇതിൽ എന്താ പറയുക വിറ്റായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തല വന്നിട്ട് എൻ്റെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തൂല്ലേ അങ്ങനെ പറഞ്ഞിട്ടും കമൻറ്റ് വരും കേട്ടോ. ഞാനത് ഡിലീറ്റ് ചെയ്യും. സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപോ തോന്നല ആളോട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഒരു പണിയും ഇല്ലാണ്ട് ഒരാളെ വീഡിയോ കണ്ട് ഓക്കെ നമുക്കൊരു മോട്ടിവേഷനിൽ കിട്ടുന്ന വീഡിയോ ആണെങ്കിൽ അത് കണ്ടിട്ട് നമുക്ക് മനസ്സിന് സമാധാനം കിട്ടുന്നതാണെങ്കിൽ അത് കാണുമ്പോൾ നമുക്ക് നല്ലതാണ്. നമ്മൾ എന്താ പറയുക നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെ സ്കിന്ന് ഹെൽത്തി ആവും, നമ്മളെ മൈൻഡ് റിലാക്സ് ആവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷേ അതേ സ്ഥാനത്ത് നമുക്കൊരു ഇഷ്ടമില്ലാത്ത ഒരാളോട് അസൂയുള്ള ഒരാളെ വീഡിയോയിൽ കാണുമ്പോൾ
സത്യം പറഞ്ഞാൽ നമ്മളെ എനർജി മൊത്തത്തിൽ പോവും. അതുകൊണ്ട് എനിക്ക് ആളോട് പറയാനുള്ളത്, നമ്മളെ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ കാണാണ്ടിരിക്കുക. ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോൻ്റെ അടിയിലുള്ള കമൻറ്റ് കണ്ടാലില്ലേ പഠിച്ചോനെ സങ്കടം തോന്നിപ്പോവും. ആ യൂട്യൂബറോടല്ല, ഈ കമൻറ്റ് ചെയ്യുന്ന ആളോട്. കാരണം എന്താ വെച്ചാൽ എത്രമാത്രം അസൂയും വിഷവും മനസ്സിൽ വെച്ചിട്ടാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പൊട്ടന്മാരല്ലേ, സ്വന്തം എനർജിയും ടൈമും ആണ് അവിടെ വേസ്റ്റ് ആക്കുന്നത്. ആ ഒരു കമൻറ്റ് ചെയ്തുന്ന ടൈം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ ആക്ക് ലൈഫിൽ സക്സസ് ആവാൻ പറ്റും. വേറൊരാളുടെ വിജയത്തിലല്ലാന്നുണ്ടെങ്കിൽ വേറൊരാളുടെ കഴിവിൽ നമ്മൾ അസൂയ വെക്കുമ്പില്ലേ സത്യം പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് പോവും, രോഗിയാവും, നമ്മളെ ഹെൽത്ത്, നമ്മളെ സ്കിന്ന് കറുപ്പടിക്കും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരും കേട്ടോ. ഹൃദയം ശുദ്ധിയാക്കാൻ ശ്രമിക്കുക. നമുക്ക് മറ്റുള്ളവരെ നന്നാക്കിയിട്ട് എന്താ കാര്യം? നമുക്ക് നന്നാക്കാം. അവരെ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് നമുക്ക് പറയാം, എടാ എനിക്ക് ഇങ്ങനത്തെ കാര്യം നീ ശ്രദ്ധിക്കണം, അങ്ങനെ പറയാം. ഇതിൽ കമൻറ്റ് ഇട്ട് അതിന് മത്സരിച്ച് കമൻറ്റ് അപ്പുറം എന്തിനാ വെറുതെ ടൈം വേസ്റ്റാണ്. നമ്മളെ തന്നെയാണ് അസൂയ കാരണത് എന്നാലും നമ്മളെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോടും അസൂയ ഇല്ലാതിരിക്കുക. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം കാണാം, അല്ലാത്തതാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് ചാനൽസ് ഉണ്ടാവും, അത് കാണാം. അങ്ങനെ അപ്പം എനിക്ക് 1-2 വരുത്തുന്നുണ്ട്, ഞാനതെല്ലാം ഡിലീറ്റ് ചെയ്തില്ലാന്ന് ഞാൻ മറുപടി പറയാൻ നിൽക്കലില്ല. കാരണം അവരുടെ മനസ്സിൻ്റെ വിഷത്തിൻ്റെ പേരിൽ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കേണ്ടതെന്നാണ് ഞാൻ ചിന്തിക്കില്ല കേട്ടോ. കാരണം നമ്മളതിൻ്റെ പേരിൽ ടെൻഷൻ അടിക്കാൻ നിന്നതിനാൽ നമ്മൾ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല സമയങ്ങൾ നമ്മൾ വേസ്റ്റ് ആക്കുക. നമ്മൾ ആ കമൻറ്റ് അവരങ്ങനെ കമൻറ്റ് ചെയ്തല്ലോ എന്ന് ചിന്തിക്കുമ്പം നമുക്ക് ഭയങ്കര സ്ട്രെസ്സാവും. നമ്മളെ ഹെൽത്തിനെ അത് ബാധിക്കും, നമ്മളെ സ്കിന്നിനെ അത് ബാധിക്കും. അങ്ങനെ അപ്പോൾ അത് കണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിടല തന്നെയാണ് നല്ലത്. ഈ കമൻറ്റ് ചെയ്തുന്ന ആളല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് അസൂയ വെക്കുന്ന ആക്കലില്ലേ, അവരെക്കാട്ടി എന്തോ ഒരു ഗുണം നമുക്ക് ഉണ്ടായതുകൊണ്ട് മാത്രമൊന്ന് നമ്മളോട് അസൂയ വെക്കുന്നതെന്ന് വിശ്വസിക്കാം. ഇപ്പം നമ്മൾ ആരെങ്കിലും കണ്ടിട്ട് നിന്നെ ഭംഗിയില്ല അങ്ങനെ പറയുകയാണെങ്കിൽ അവരെ മനസ്സിൽ ഏറ്റവും ഭംഗിയുള്ള സ്ത്രീ നമ്മളായിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഭംഗി കാണുമ്പോഴുള്ള ആ ഒരു അസൂയ കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിൻ്റെ ഫുഡ് ടേസ്റ്റ് ഇല്ല, നിൻ്റെ എന്താ പറയുക നീ കളറില്ല, നീ അങ്ങനെയില്ല, നീ ഇങ്ങനെയില്ല എന്നെല്ലാം പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവരെക്കാട്ടി എന്തോ ഒരു ഗുണം അവർ പറയുന്ന നേരെ വിപരീതമൊന്ന് നമുക്കുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഹാപ്പി ആയിട്ട് ജീവിക്കുക. അത്ര തന്നെയാണ് കേട്ടോ. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് അസൂയ ആൾക്കളെ എങ്ങനെ നേരിടാന്ന്. അസൂയ ആൾക്കളെ നേരിടാൻ വലിയ വഴിയൊന്നുമില്ല. നമ്മളത് കേട്ടില്ല കണ്ടില്ല എന്ന് വെക്കുക. നമ്മൾ ഉള്ളിലേക്ക് അതെടുക്കുക. നമ്മളെ ഉള്ളിലേക്ക് അതെടുത്താൽ നമുക്ക് പ്രശ്നം എന്താ പറയുക, ഇല്ലാത്ത കാലത്തോളം അവർക്ക് തന്നെ ആയിരിക്കും പ്രശ്നം. കാരണം അവർ നമ്മളോട് അസൂയ വെക്കുമ്പോൾ അവരുടെ ഹാർട്ട് ബീറ്റ് കൂടും, അവരുടെ പ്രഷർ കൂടും. എന്താ പറയുക, അവർ വല്ലാത്തൊരു സ്ട്രെസ്, അന്നത്തെ ദിവസം മൊത്തം അവർക്ക് സ്ട്രെസ് ആയിരിക്കും, കുട്ടികളോട് ദേഷ്യമായിരിക്കും. അവൾ എപ്പോഴും ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ കുറിച്ചിട്ടായിരിക്കും ആൾക്ക് ചിന്ത ഉണ്ടാവുക. സ്വയം നശിപ്പിക്കുന്ന ഒരു സംഭവം കേട്ടോ. നമ്മളെ ലൈഫ് തന്നെ നമുക്ക് ആരോടെങ്കിലും അസൂയ ഉണ്ടെങ്കിൽ സ്വാഭാവികമൊന്നും മനുഷ്യന്മാർക്ക് എല്ലാവർക്കും അപ്പുറപ്പുറം അസൂയ ഉണ്ടാവും. ഇപ്പോൾ ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ താൻ ആദ്യം ഒരുപാട് ഉയരത്തിലുണ്ട്, പിന്നെ കയറി വന്നവൾക്ക് ഭയങ്കര റീച്ച് ഉണ്ട്, എന്നെക്കാട്ടി കഴിവുണ്ടെന്ന് കാണുമ്പം ആ ഒരു എന്താ പറയുക ആൾക്കാർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് കാണുമ്പോൾ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആദ്യം ഉന്നതിയിലുള്ള ആൾക്കാർക്കെല്ലാം പിന്നെ കയറി വന്നവരോട് ഭയങ്കരമായിട്ട് അസൂയ ഉണ്ടാവും. അതെല്ലാം സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത് തന്നെയാണ്. പക്ഷേ അസൂയ ഉണ്ടാവുമ്പോൾ അത് നല്ല പോസിറ്റീവായിട്ട് എടുക്കുക, അതൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള കോമ്പറ്റീഷനായിട്ട് എടുക്കാനും ശ്രമിക്കുക. കാട്ടി കൂടുതൽ കഴിവുള്ള ആൾക്കാർ നമ്മളെ മുന്നിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചലഞ്ചായിട്ട് എടുക്കുക. അത് നമുക്ക് ഒന്നുകൂടി കയറാനും നമ്മളെ കുറച്ചുകൂടി ഉന്നതിയിലേക്ക് എത്തിക്കാനും നമ്മളെ ബ്രെയിന് കുറച്ചുകൂടി യൂസ് ചെയ്യാനുള്ള ടൈമായിട്ട് നമ്മൾ കണക്കാക്കുക. എന്നിട്ട് കൂടുതൽ പ്രവർത്തിക്കുക. അല്ലാണ്ട് നമ്മളെക്കാട്ടി മുന്നിലുള്ള ആൾക്കാരെ നശിപ്പിക്കണം, അവളെക്കാട്ടി കൂടുതൽ എന്തെല്ലോ എനിക്ക് ചെയ്യണം, അവളെ ഇല്ലാണ്ടാക്കിയിട്ട് വേണം എനിക്കത് ചെയ്യാൻ വേണ്ടിക്ക്, അങ്ങനെയെല്ലാം ചിന്തിക്കൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അത് അവരെ നശിപ്പിക്കുന്നതിൽ കൂടുതൽ നമ്മളെയാണ് കേട്ടോ നശിപ്പിക്കുക. നമുക്ക് എന്താണോ കഴിവുകളുള്ളത് അതിൽ ഫോക്കസ് ചെയ്യുക. ഓരോരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ കഴിവ് കൊടുത്തിട്ടുണ്ടാവും. ഇപ്പം ഒരാൾക്ക് നല്ലോണം ഫുഡ് ഉണ്ടാക്കാൻ കഴിവാണെങ്കിൽ വേറൊരാൾക്ക് നല്ല പാട്ട് പാടാൻ കഴിവായിരിക്കും, വേറൊരാൾക്ക് നല്ല സംസാരിക്കാൻ കഴിവായിരിക്കും. പിന്നെ ചിലർക്കാണെങ്കിൽ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ വ്യക്തികളെല്ലാം നമ്മൾ കാണലില്ലേ. അതെല്ലാം ദൈവത്തിന് ഓരോരോ കണക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, ഇന്ന വ്യക്തിക്ക് ഇന്നത് കൊടുക്കണമെന്നുള്ളത്. പിന്നെ എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയ ഒരു സ്ത്രീക്കല്ലാന്നുണ്ടെങ്കിൽ ഒരു പുരുഷന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ലൈഫിൽ ഒരുപാട്
വിഷമങ്ങളും പ്രയാസങ്ങളും കല്ലും മുള്ളും തീയും എന്താ പറയുക തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നെല്ലാം പറയൂലേ, അങ്ങനെ അനുഭവിച്ച വ്യക്തികൾക്കായിരിക്കും, അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ച ആൾക്കാർക്കായിരിക്കും ദൈവം അത്രയും കഴിവുകളും കാര്യങ്ങളും കൊടുക്കുക. അപ്പോൾ അതിലൊന്നും നമ്മൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മൾ എത്രമാത്രം വേദനിക്കുന്ന, എത്രമാത്രം ക്ഷമ കൈക്കൊള്ളുന്നു അത്രമാത്രം ഉയരത്തിലേക്ക് നമ്മൾ ദൈവം എത്തിക്കും. അല്ലാണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നശിക്കണം, അവനെ നശിപ്പിച്ചിട്ട് ഞാൻ സക്സസ് ആകണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് കേട്ടോ നശിക്കുക. അത് മനസ്സിലാക്കുക, അതൊരു പ്രകൃതി നിയമം തന്നെയാണ്. ദൈവത്തിന് ഒരു പ്ലാൻ ഇല്ലാണ്ട് ഒരു മനുഷ്യനെയും സൃഷ്ടിക്കില്ല. അത് മനസ്സിലാക്കുക. എന്താ പറയുക, നമ്മൾ ഒരാളോട് അസൂയ വെക്കുകയാണെങ്കിൽ ആ ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിനെ കൂടുതൽ ഉയർത്താനാണ് അത് സഹായിക്കും. ദൈവത്തിന് കൂടുതൽ വാശിയുണ്ടാവും. നീ എത്രമാത്രം അവരോട് അസൂയ വെക്കുന്ന അത്രമാത്രം ഞാൻ അവരെ ഉയർത്തി കാണിക്കും എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കുക. അത്രയും ഞാൻ എനിക്ക് പറയാനുള്ളത്. അപ്പം ഞാൻ ഒരുപാട് സംസാരിച്ചു, സോറി. ഈ ഒരു മെസ്സേജ് എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ടായി. ഇനി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീകളുണ്ട് എൻ്റെ ലൈഫിൽ എന്താ മാറ്റില്ലാത്ത, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദൈവം ഈ ഭൂമിയിൽ നമ്മളെ സൃഷ്ടിച്ചത് വെറുതെ അല്ല. നമ്മളോട് നമസ്കരിക്കാൻ പറഞ്ഞത് ദൈവത്തിന് എന്തോ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല, പടച്ചവന് എന്തോ കിട്ടുന്നതുകൊണ്ടല്ല. നമ്മളോട് നമസ്കരിക്കാൻ പറഞ്ഞത് നമ്മളെ ആയുസ് വരെ, നമുക്ക് എത്രമാത്രം ആയുസുണ്ടോ അത്ര വരെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. നമസ്കാരം ശരിക്കും ഒരു എക്സസൈസാണ്. നമ്മളിപ്പം കറക്റ്റായിട്ട് ഫർളും സുന്നത്തും നമസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് രോഗങ്ങൾ കുറയും. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഫേസ് ക്രീമും കാര്യങ്ങളും തേക്കും വെളുക്കാൻ വേണ്ടിക്ക്. എന്നാൽ കറക്റ്റായിട്ട് വുളു ചെയ്ത് ആ ഒരു നമസ്കാരം നമ്മൾ ചെയ്യുകയാണെങ്കിൽ, വുളു ചെയ്യുക എന്ന ഉദ്ദേശം നമ്മളെ കൈകാലുകൾ, മുഖം എല്ലാം പൊടിപടലങ്ങളുണ്ടാവും. അപ്പോൾ വുളു ചെയ്യുന്നതോടുകൂടി നമ്മളെ സ്കിന്ന് നല്ലോണം, നമ്മളിപ്പോൾ ഫേസ് വാഷും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് മുഖം കഴുകും. പക്ഷേ വുളുവിൽ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് മുഖം ഉരച്ച് കഴുകണം, ഓയിൽ കണ്ടൻ്റ് എല്ലാം കച്ചറകളും കാര്യങ്ങളെല്ലാം. അങ്ങനെ നമ്മൾ കഴുകുകയാണെങ്കിൽ തന്നെ, ആ ഒരു കറക്റ്റ് നമസ്കരിക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ മുഖത്തൊരു പ്രകാശം ഉണ്ടാവും. വുളു ചെയ്തിട്ട് നടക്കുന്ന മനുഷ്യൻ്റെ മുഖത്ത് പ്രകാശം ഉണ്ടാവും. അതുപോലെ സുജൂദിലേക്ക് പോകുമ്പം അത് നമ്മളെ മുഖത്തിന് കൊടുക്കുന്ന ഒരു എന്താ പറയുക, സുജൂദിൽ പോകുമ്പം നെറ്റിയും മൂക്കും മുട്ടിച്ചിട്ടില്ലേ, പ്രസ് ചെയ്തിട്ടല്ലേ ചെയ്യുക. അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ സ്കിന്ന് ഗ്ലോ ചെയ്യാനുള്ള ഒരു ടിപ്പും കൂടിയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും ദൈവം നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് നമ്മളെ ശരീരത്തിൻ്റെ, നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. അത്രയും മാസങ്ങൾ നമ്മൾ ഭക്ഷണം കഴിച്ച് ഒരു മാസം നോമ്പ് അനുഷ്ഠിക്കാൻ പറയുന്നതെല്ലാം നമ്മൾ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം നമ്മളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമ്മളത് കറക്റ്റ്, നമ്മൾ ഖുറാനും ഹദീസും നോക്കി അത് കറക്റ്റ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിലേ ശരിക്കും നമ്മളെ നല്ലതിന് വേണ്ടിയിട്ട് നമ്മളെ ലൈഫിൽ ഏറ്റവും ഉയരത്തിലേക്ക് എന്താ പറയുക എത്തിക്കാനാണ് കേട്ടോ അത് സഹായിക്കുക. അപ്പം പോസിറ്റീവായിട്ടിരിക്കുക. ഈ ഒരു മെസ്സേജ് എനിക്ക് എന്തായാലും പറയണമെന്നുണ്ടായിട്ടുണ്ടായിന്. കുറേ ആൾക്കാരുണ്ട്, വെറുതെ കുറേ സ്ത്രീകളുണ്ട്, പാവം എല്ലാം തന്നെ ആയിരിക്കും, നമസ്കരിക്കുന്നുണ്ടാവും, ഓതുന്നുണ്ടാവും. പക്ഷേ ഒരാളെ കണ്ടതിനാൽ അസൂയ, തന്നെക്കാട്ടി ആൾക്ക് കുറച്ച് കളറുണ്ടെങ്കിൽ അസൂയ, കഴിവുണ്ടെങ്കിൽ അസൂയ, എല്ലാം വെറുതെ നമ്മളെ തന്നെ നശിപ്പിക്കുന്നതാണ്. അപ്പം നമ്മളെ ഹൃദയത്തിനെ ശുദ്ധിയാക്കാൻ ശ്രമിക്കുക. അപ്പം തന്നെ നമ്മൾ എന്താ പറയുക, നമ്മളെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും കേട്ടോ. അപ്പോൾ എന്താ, ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കൂടുതൽ സംസാരിച്ചു, സോറി. ഇഷ്ടപ്പെടാത്തവർ വിട്ടെ. ഒരുപാട് നല്ല നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഒരുപാട് നല്ല ഹൃദയങ്ങളുള്ള ആൾക്കാരുണ്ട്. അതിൽ കുറച്ച് പേര് മാത്രമേ കേട്ടോ ഇങ്ങനെ ഉണ്ടാവും. അപ്പം അവരും കൂടി ഒന്ന് നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. ആരെയും നന്നാക്കാൻ നമുക്ക് കഴിയൂല. പക്ഷേ ഒരു നമ്മൾ തന്നെ നശിക്കുന്ന കാര്യമെന്ന് കാണുമ്പം ആൾക്കാർ അതിൽ നിന്നും മാറി നിൽക്കാൻ ശ്രമിക്കും. അത്ര തന്നെ. ഇതൊരു നല്ല മെസ്സേജായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെന്താ, ഞാൻ അയക്കുന്ന വാങ്ങിയ പ്രൊഡക്റ്റും കാര്യങ്ങളിലേ എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.